ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 3-ാം സ്കന്ധം 23-ാം അധ്യായം. കർദമദേവഹൂതികളുടെ വിവിധ ക്രീഡകൾ. മൈത്രേയൻ പറഞ്ഞു, പിതാക്കൾ പോയതിൽ പിന്നെ അസാധ്വിപതിയെ സദാഹിതാനുകൂലം സേവിച്ചാൾ ഉമശംഭുവെയെന്ന പോൽ വിശ്വാസമാദരം സ്നേഹം സേവനം ചിത്തശുദ്ധിയും ദമവും മധുരം വാക്കും കൊണ്ടു കാമമഖം മദം ലോഭം ദ്വേഷം ദംഭമിവ വിട്ട് നിത്യം പ്രശാന്തയായി തോഷിപ്പിച്ചാൾ പണിപ്പെട്ടും തേജസ്സേറും സ്വകാന്തനെ. ഏവം മഹാത്മാവനെ ശുശ്രൂഷിച്ചും അനുഗ്രഹം കാക്ഷിച്ചുമേറെ നാൾ ഓരോ വ്രതത്താൽ ക്ഷീണഗാത്രയായി വാണൊരമ്മനുവിൻ പുത്രിയിങ്കൽ കാരുണ്യലോലനായി പ്രേമഗദ്ഗതമാം വണ്ണം ചൊന്നാൻ അമ്മുനി സത്തമൻ. കർദമൻ പറഞ്ഞു, ഭക്ത്യാദരങ്ങൾ വിളയും തവ ഗാഠസേവനത്താൽ തുലോം മനുസുതേ പരിതുഷ്ടനായേൻ. പാരം പ്രിയങ്കരമൊരാൾക്കു നിജം ശരീരം നീ പുല്ലുപോലതു ഗണിപ്പുമതർത്ഥമേവം. ധർമ്മം വിടാതെ നിതരാം വ്രതഭക്തി വിദ്യാധ്യാനാദിയാൽ മമ ലഭിച്ച ഹരിപ്രസാദം ഭീശോകവർജിതമയേ ഭവതിക്കുമുണ്ടായി മത്സേവയാൽ അരുളുവൻ തവ ദിവ്യദൃഷ്ടി. മറ്റുള്ള ഭോഗതതി എന്തിനുരുക്രമൻ സ്വഭ്രൂവൊന്നു കോട്ടുകിൽ അതൊക്കെയുടഞ്ഞു വീഴ്വൂ നീ സിദ്ധയായി. നൃപതി ദുർലഭമാം വിഭൂതി സർവം സ്വധർമ്മരതിയാലിഹ പൂണ്ടുകൊള്ളുക. മായാവിചക്ഷണൻ അവൻ്റെ വചസ്സി വണ്ണം കേട്ട ആധിതീർന്നൊരവൾ ആദരഭക്തിപൂർവം നാണിച്ച നോക്കും മൃദുഹാസവും ഒത്തു ഭർത്തൃപ്രേമത്തിനാൽ ഇടറുമാറിതു മട്ടുരച്ചാൾ. ദേവഹൂതി പറഞ്ഞു, സിദ്ധം ഭവാന്നിതു സമസ്തം അമോഘയോഗമായേശനങ്ങറിവു ഞാനഖിലം മഹാത്മൻ മത്സംഗമാവധികമാം തവ തീർപ്പിനിക്കാക്കട്ടെ സതിക്കു ഗുണവാൻ സുതനല്ലി കാമ്യം. ശാസ്ത്രോക്തിയോർത്തിതിനു വേണ്ടതു ചെയ്യുക കാമപീഡാകുലം മമ വപുസ്സിഹ നീ നിമിത്തം. രത്യാശയാൽ അവശയാണിവളൊത്തു ഗേഹത്തെയും ബലത്തെയും എനിക്കരുളേണമേ നീ. മൈത്രേയൻ പറഞ്ഞു, പ്രിയാഹിതം പാർത്തിരുന്നാൻ യോഗധ്യാനത്തൊടും മുനി പെട്ടെന്നു കാണായി വിതുര വിമാനം തത്ര കാമകം സർവരത്നാഞ്ചിതം ദിവ്യം സർവകാമപ്രപൂരകം മണിസ്തംഭങ്ങളാൽ പൂർണ്ണം സർവൈശ്വര്യസമന്വിതം ദിവ്യോപകരണോപേതം സർവകാലസുഖാവഹം ചിത്രധ്വജങ്ങളും കൊച്ചു പതാകകളുമാർന്നതായി ഭൃംഗച്ഛങ്കാരമധുരം വിചിത്രം പുഷ്പമാലയും ചണനാർ പട്ടുനൂൽ രോമമിവയാൽ തീർത്ത വസ്ത്രവും മേൽക്കുമേൽ കെട്ടിയുണ്ടാക്കപ്പെട്ടുള്ളൊരോ ഗൃഹത്തിലും പല പട്ടുവിരിപ്പിട്ട മഞ്ചം വിശറി കമ്പളം പച്ചരത്നസ്ഥലികളും പവിഴക്കുട്ടിമങ്ങളും വിചിത്രശില്പം പലതും കൊണ്ടെങ്ങും ശോഭ ചേർപ്പതായി പവിഴച്ചേറ്റുപടിയും വജ്രരത്നകവാടവും പൊൻതാഴികക്കുടം മിന്നും നീലക്കൽഗോപുരാഗ്രവും പത്മരാഗം കൺകൾ പോലെ മിന്നിടും വജ്രഭിത്തിയും വിചിത്രമേലാപ്പും അമൂല്യങ്ങൾ പൊൻതോരണങ്ങളും വരച്ചുവച്ചതാം പക്ഷിക്കൂട്ടത്തെ സ്വസ്വജാതിയായി നണ്ണി കൂവിപ്പറന്നേറും പ്രാക്കളും ഹംസജാലവും കിടപ്പറകളും ക്രീഡാസ്ഥാനം വിശ്രമകേന്ദ്രവും പുറമുറ്റം മുറ്റവുമായി മിന്നും അഗൃഹം അത്ഭുതം. നാദിപ്രീതം ചിത്തമൊത്ത ഗൃഹം നോക്കും സ്വപത്നിയെ കണ്ടോതി സർവഭൂതാശ്രയജ്ഞനാം കർദമൻ തഥാ. ഈ ഹൃദത്തിൽ കുളിച്ചേറിയാലുമെങ്ങിതിൽ നീ ശുഭേ സർവാഭീഷ്ടപ്രാപകം ഇത്തീർത്ഥം ശ്രീവിഷ്ണുവാൽ കൃതം. ഭർത്താവിൻ വാക്ക് ആദരിച്ച് അസരസീരുഹലോചന മലിനം വസ്ത്രവും കെട്ടുപിണഞ്ഞ തലനാരുമായി ചളിപ്പിടിച്ചൊരുടലും വിളർത്ത കുജഭാരവും പൂണ്ട സരസ്വതീ പുണ്യനീരിൽ ചെന്നങ്ങിറങ്ങിനാൾ. അന്തസ്സരസെൻവേഷ്മത്തിൽ 1000 യുവകന്യമാർ താമരപ്പൂമണം തൂകി നിൽപ്പതായി കണ്ടു റാണിയാൾ. അവർ പെട്ടെന്നെഴുന്നേറ്റു കൈകൂപ്പിച്ചൊന്നിതിങ്ങനെ, പരിചാരികമാർ ഞങ്ങൾ വേണ്ടതെന്തുര ചെയ്യുക നീ. സുഗന്ധതൈലാതി ചാർത്തി കുളിപ്പിച്ച ആദരാന്വിതം കൊടുത്താർ പുതുപൂമ്പട്ടു വസ്ത്രം ആ മഹതിക്കവർ. ശ്രേഷ്ഠം വില പിടിച്ചുള്ള മിന്നും ഭൂഷണജാലവും സുധാപാനീയവും നൽകി ഗുണമേറുന്നൊരന്നവും മിനുപ്പാളും കരിങ്കൂന്തലളകം സ്നിഗ്ധനോട്ടവും കുനുചില്ലികൾ നൽപ്പല്ലും പൊൽത്താർ മൊട്ടൊത്ത നേത്രവും
കുങ്കുമാതിക്കുറിക്കൂട്ടും കഴുത്തിൽ പൊൻപതക്കവും തൂമുത്തുമാല്യം വിവിധ രത്നഭൂഷാവിശേഷവും രത്നം പതിച്ച പൊൻകാഞ്ചി കടിദേശത്തിലും തഥാ കയ്യിൽ പൊൻവളയും കാലിൽ കിലുങ്ങും നൂപുരങ്ങളും വെൺപട്ടുപൂഞ്ചേലയും പൂമാലയും ദാസിമാർമുത അണിയിച്ചുള്ള അഴകുമായി മുകുരത്തിങ്കൽ നോക്കവേ സ്മരിച്ചാൾ സാധ്വി പതിയാം ഋഷിവര്യനെ ആ ക്ഷണം എത്തിച്ചേർന്നാൾ തൻ കണവനുള്ളയിടം ചേടിമാരുമായി. സ്ത്രീ സഹസ്രത്തോടും ഭർത്തൃസവിധത്തിങ്കൽ ഈ വിധം തന്നെ കാൺകെ വിസ്മയിച്ചാളമ്മായാശക്തിയിൽ സതി. അപൂർവ സുഭഗം രൂപം പോർമുലക്കച്ച ചേലയും വിദ്യാധരീ സഹസ്രത്തിൻ പരിചര്യയുമൊത്തവൾ കുളിച്ചു ശുദ്ധയായി മുന്നിൽ നിൽപ്പതായി കണ്ടു താപസൻ ജാതഭാവം വിമാനത്തിലേറ്റിനാൻ നിജപത്നിയെ. മാഹാത്മ്യമേറിന മുനീശ്വരൻ ആത്മഭാര്യയൊപ്പം വിമാനഭുവി നാരികളൊത്തുവാഴ്കെ ശോഭിച്ചിതാമ്പലുകൾ താരകളും ചുഴന്നുവാനിങ്കൽ മിന്നുമുടുരാജനു തുല്യമിപ്പോൾ. വിണ്ണാറുതൻ പതനനാഥമനങ്കതോഴൻ പൂന്തെന്നലിൻ സുഖവുമൊത്തഥ ദിക്പരെട്ടും വാഴും. കുലാദ്രി ഗുഹതോറും അവൻ കുബേരതുല്യം രമിച്ചു ചിരമംഗനമാരുമൊപ്പം. വൈശ്രംഭകം സുരസനം നന്ദനം പുഷ്പഭദ്രകം മാനസം ചൈത്രരഥവും ചരിച്ചാൻ സ്ത്രീരഥൻ മുനി. മേന്മയും മേനിയും കാമഗതിയും പൂണ്ടു വായുപോൽ ചരിക്കും ആ വ്യോമയാനം ജയിച്ചു സുരരേയുമേ. ആർക്കാശ്രയം സർവദുഃഖഹരം ശ്രീഹരി തൻപദം. ഉത്കൃഷ്ടരാമ പുമാന്മാർക്കെന്തിങ്ങുള്ളു ദുരാപമായി. ആ മഹായോഗി ഭൂഗോള വിസ്താരം പരമാത്ഭുതം കാട്ടിക്കൊടുത്തു പത്നിക്ക്. പിന്നീടാർന്നു നിജാശ്രമം സ്വരൂപം 9 ഭാഗിച്ചാരതി പ്രിയയെ പരം എണ്ണമറ്റാണ്ടു കഴിച്ചാഞ്ഞൊടി പോൽ മുനി. അസുന്ദരനുമായി രമ്യമെത്തമേൽ രതിലീലയാൽ കാലം പോയതറിഞ്ഞില്ല. വിമാനത്തിങ്കലാസതി സ്വയോഗശക്തിയാൽ ഏവം കാമലാലസരാമവർ ശതവർഷം തീർത്തു തെല്ലുനേരം പോൽ മാരലീലയിൽ. സർവസങ്കൽപ്പവിത്താം ആ വിഭുരൂപത്തെ 9 ഭാഗിച്ചർത്ഥാംശമാം പത്നിയിങ്കൽ ചേർത്താൻ സ്വവീര്യവും. ഉണ്ടായി 9 പെൺമക്കൾ. ദേവഹൂതിക്കു തൽക്ഷണം ചെന്താരിൻ മണമോലുന്നോരഴകുറ്റവരേ വരും. പോകാൻ പുറപ്പെട്ട കാന്തൻ തന്നെ കണ്ട വരാങ്കന പുറമേ ചിരിയൊത്തുള്ളിൽ വിങ്ങി നീറുന്ന നോവോടും മുഖം കുനിച്ചും നഖരശ്രീയാൽ മന്നിൽ വരച്ചുമേ കണ്ണീരൊതുക്കി ആമന്ദം ചൊന്നാൾ സുന്ദരമാം വിധം. ദേവഹൂതി പറഞ്ഞു, പ്രതിജ്ഞ ചെയ്ത പോലെല്ലാം ഭഗവൻ തന്നിതിങ്ങു നീ. എന്നാലും ഈ ആശ്രിതയ്ക്കു നൽകേണം അഭയം മുനേ. പുത്രികൾക്കൊത്ത ഭർത്താക്കന്മാരെ തേടേണ്ടയോ വിഭോ. അങ്ങു കാട്ടിൽ ഗമിച്ചെന്നാൽ ആരുണ്ടിങ്ങൊരു താങ്ങുമേ. ഇന്ദ്രിയാർത്ഥങ്ങളെ തേടി പരചിന്ത വെടിഞ്ഞു ഞാൻ കഴിച്ചൊരിത്രയും കാലം കൊണ്ടു താൻ തൃപ്തചിത്തയായി. നിന്മാഹാത്മ്യം ഗണിക്കാതിങ്ങിന്ദ്രിയാർത്ഥത്തിൽ മുങ്ങി ഞാൻ സംഗമിച്ചേൻ നിന്നെ. അതെന്നിവൃത്തിക്കായി വരേണമേ. മതികേടാലെഴും ദുസ്സംഗമം സംസാരഹേതുവാം. അതുതാൻ സജ്ജനത്തോടാണെങ്കിലുണ്ടാം നിവൃത്തിയും. ധർമ്മത്തിനും വിരക്തിക്കും ഭഗവത് സേവനത്തിനും പറ്റാത്ത കർമ്മം ചെയ്യുന്നോൻ ജീവിച്ചാലും മരിച്ചവൻ. ഭഗവൻ മായയാൽ നൂനമിവൾ വഞ്ചിതയായി ദൃഢം. മുക്തിതൻ നിന്നയാർന്നിട്ടും മോക്ഷമുണ്ടായതില്ലമേ. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 23-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. ഹരേ കൃഷ്ണ.